പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജെനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മുടെ പോയിരിക്കുന്ന ബ്രദർ സണ്ണി കാട്ടുകാരൻ പ്രോ ലൈഫ് മൂവ്മെൻ്റായി വർഷങ്ങളായി ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഡൽഹിയിലും ഇപ്പോൾ കേരളത്തിലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സണ്ണി ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചെങ്കിൽ ഇന്ന് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നായിരുന്നു. വാർത്ത ഇതായിരുന്നു: റഷ്യയിലെ സ്കൂൾ കുട്ടികൾ ഏതെങ്കിലും തരത്തില് അവർ പ്രഗ്നൻ്റായി മാറിയാൽ, സണ്ണിചേട്ടാ, പ്രഗ്നൻ്റായി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുമെന്നാണ് റഷ്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. സണ്ണിചേട്ടൻ അതിനെ കുറിച്ച് വാർത്ത വായിച്ചിരുന്നോ? ഞാൻ വായിച്ചിരുന്നു. അതില് കൊടുത്തിരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്കല്ല കേട്ടോ, സ്കൂൾ കുട്ടികൾ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ഗർഭിണിയാവുകയാണെങ്കിൽ അവർക്ക് ഫുൾ ചെലവ്, 1 ലക്ഷം പാരിതോഷികവും, 1 ലക്ഷം എന്ന് പറഞ്ഞാൽ $900 അവർ ഉദ്ദേശിക്കുന്നത്. $900 പാരിതോഷികവും സുഖപ്രസവ ചെലവും ഏത് തലത്തിലാണെങ്കിലും, ഇപ്പൊ സിസേറിയൻ ആണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അത്ര ഒരു ഗ്രീവിയസ് സിറ്റുവേഷൻ ആണ് ഇന്ന് റഷ്യ നേരിടുന്നത്. അപ്പോ ഒരുപാട് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വ്യക്തി ഒരു വാർത്തയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് തന്നെ അത് ഇത്രയും, റഷ്യൻ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ ഒരു വാർത്ത? അപ്പൊ അവര് പറയുന്നത് പല കാരണങ്ങളും പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ അവിടെ ജനസംഖ്യ ഉക്രൈൻ യുദ്ധത്തിന് പോയിന്നോ, ഈ മക്കളില്ല എന്നൊക്കെ പല കാരണങ്ങളുണ്ട്. സാറേ, ഞാൻ ചോദിക്കുന്നത്, റഷ്യൻ ഗവൺമെന്റ് അവസ്ഥ അവിടെ കിടക്കട്ടെ, ഇതും ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേരളവും അല്ലെങ്കിൽ നമ്മുടെ നസ്രാണി കുടുംബവുമായി ബന്ധപ്പെട്ട് ഇത് എന്തെങ്കിലും ഒരു ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുന്നത്? ഇവിടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം UN ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഏറ്റവും കുറവ് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു മേഖലയാണ് കേരളവും തമിഴ്നാടും. അപ്പൊ അത് മുന്നിൽ വെച്ച് ഇപ്പൊ റഷ്യയുടെ അവസ്ഥ മിക്കവാറും നമ്മുടെ കേരളത്തിലേക്ക് ഏകദേശം ഒരു 10 കൊല്ലത്തിനുള്ളിൽ വന്ന് ചേരും. ഇവിടെ ഇതൊക്കെ ചേരും. അതായത് ഇന്നത്തെ ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തില്. ഇപ്പൊ ഞാൻ എടുത്തു പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ പാലയില് നമ്മുടെ ഒരു ഫ്രണ്ടായ ഒരു വികാരിച്ചനെ കാണാൻ ഇടവന്നു. അപ്പൊ അവര് പറഞ്ഞത് എന്ന് വെച്ചാൽ കടുത്തുരുത്തിൽ മാത്രം ക്രിസ്ത്യാനികളുടെ 169 വീടുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആളില്ല, അതായത് പൂർണ്ണമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. ആളില്ല. കടുത്തുരുത്തി ആ ഒരു ഇടവകയിലും മാത്രം, പല രൂപതയുടെ ഒരു ഇടവകയാണ്. അങ്ങനെ കണക്ക് വെച്ച് പല രൂപതയുടെ ഇതിനോട് ബന്ധപ്പെട്ട ഫാമിലി അപ്പോസ്ലേറ്റിന്റെ ഡയറക്ടറാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അത് എല്ലാ മേഖലയിലും ഇങ്ങനെ കത്തിപ്പടർന്നു കഴിഞ്ഞു. ഇതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ക്യാൻസറാണ്. എല്ലാം ജാമായി പോവാം. ജാമായി പോകുമ്പോൾ അവസാനം സ്വന്തം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികള്, നമുക്ക് മറ്റുള്ളവർ പറയുമ്പോൾ എളുപ്പമാണ്, സ്വന്തം കുടുംബത്തിലെ മക്കളോ കുട്ടികള് ഇങ്ങനെ എന്താ പറയാ അവിഹിത ഗർഭം സ്വീകരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനും സമ്മാനം കൊടുക്കാനുള്ള ഗതികേട് നമുക്ക് വന്നു ചേരും. നമ്മുടെ നസ്രാണികളിലേക്ക് ചിലപ്പോൾ വന്നു ചേരും. ഇതെന്താ ഇത്രയും കാര്യം നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ സഭയും നമ്മളും പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതിന് മാറ്റം വരുന്നില്ല? മാറ്റം വരാത്തതിന്റെ കാരണം എടുത്തു പറയാം. അതായത് ഇതിന്റെ ആ ഒരു സാമ്പത്തിക മേഖല, ദൈവം എങ്ങനെയാണ് നമുക്ക് കരുതി വെച്ചിരിക്കുന്നത്, ആ മേഖല നമുക്കറിയില്ല. അത് പറയാൻ ആർക്കും അങ്ങനെ താല്പര്യമില്ല. എല്ലാം ഇതൊക്കെ നമ്മുടെ കഴിവാണ്, ഇത് നമ്മുടെ കഴിവാണ്, ഇനി നമ്മൾ മക്കളെ കുറച്ചിട്ട് നമ്മുടെ കഴിവ് കൂടുതൽ പ്രകടിപ്പിക്കണമെന്ന്. പക്ഷെ ദൈവം എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു എടുത്തു പറയേണ്ടത്. ഇപ്പൊ ഉൽപ്പത്തി ഗ്രന്ഥം 1-ാമത്തെ അധ്യായം 20 തൊട്ട് 25 വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവം എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കംപ്ലീറ്റ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ജീവനുള്ള എല്ലാത്തിനോടും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, പെരുകണം. അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കാന്നുള്ള ചിന്തയിലേക്ക് ദൈവം ബൈബിളിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന്. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് ആദ്യമായിട്ട് അനുഗ്രഹിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുക. പലരും ഞാനും ഈ സ്പെഷ്യൽ ഷെയറിങ് നടത്തുമ്പോൾ
അങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഒരു കുട്ടിയെ പോലും നോക്കാൻ ഞങ്ങൾക്ക് നേരില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും പുറത്താണ്. ആ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കാൻ എന്താ പറയുക, പേരൻസ്, ചിലർക്കും പേരൻസ് ഇല്ല. ഇനിയിപ്പോൾ അഥവാ ഞങ്ങൾ വിദേശത്തായിരിക്കും, ഞങ്ങൾ ഒരാളോട് മാത്രം ജോലി ചെയ്ത് തീർക്കാനും പറ്റില്ല, ആ പൈസ കൊണ്ട് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ രണ്ടുപേരെ ജോലിക്ക് പോകേണ്ട ഗതികേട് വേണം. അപ്പോൾ ഈ കുട്ടിയെ അഥവാ ഒരു കുട്ടിയെ കിട്ടിയാൽ തന്നെ ഇവിടെ എവിടെയെങ്കിലും ബോർഡിങ്ങിനോ അല്ലെങ്കിൽ ജനിച്ച കുട്ടീനെ ഇവിടെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോരുക ചെയ്യാം. ഈ അവസ്ഥയിൽ 3ഉം 4ഉം മക്കളും പണ്ടത്തെ പാരമ്പര്യം പോലെ ഞങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് സഭ അതിനുവേണ്ടി ഒരുക്കുന്നുണ്ടോ, ഗവൺമെന്റ് അതിനുവേണ്ടി ഒരുക്കണം? ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തുത്തരം കൊടുക്കേണ്ടത്? ഇതിന് ഉത്തരം എന്ന് പറയുന്നത്, എനിവേ നമ്മള് ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് 10-60 കൊല്ലമായി കേരളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ വന്നു ചേരുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാനുണ്ടോ. എൻ്റെ ഒരു 15 വയസ്സ് സമയത്താണ് ഇവിടെ തൃശ്ശൂർ പൂരപ്പറമ്പില് ഈ വന്ധീകരണ ക്യാമ്പുകൾ ആരംഭിച്ച്. അന്ന് 1 കിലോ അരിക്ക് 1 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വില കുറയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ വന്ധീകരണ ക്യാമ്പുകൾ തുടങ്ങി വെച്ചത്. ബക്കറ്റും സാരിയൊക്കെ കൊടുക്കുന്നവര്, കല്യാണം കഴിക്കാത്തവര് വരെ വന്ധീകരണം നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് 1 രൂപയായിരുന്നു. അപ്പൊ ഇന്ന് എന്താണ് വില? നമ്മൾ ആ എടുത്ത തീരുമാനം തെറ്റായിരുന്നില്ലേ? ആ തെറ്റിൽ നിന്ന് ശരിയിലേക്കാണ് നമ്മൾ ജനങ്ങളെ വഴി നടത്തി കൊണ്ടുവരേണ്ടത്. ആ ശരിയിലേക്ക് നടത്താൻ നമുക്ക് അതിനുള്ള ആർജവം കിട്ടാത്തത് നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കുറവ് തന്നെയാണെന്നാണ് എടുത്ത് പ്രകടമായി കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അതല്ല, പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പറയും, നമുക്ക് 2 മക്കളും 3 മക്കളും 4 മക്കളും. ഇത് ശരിക്കും പറഞ്ഞാൽ സഭാതലത്തിലെ ഒരു ചോദ്യത്തോടെ ഞാൻ ചോദിക്കുകയാണ്. ഒരു ഹോസ്പിറ്റലിലേക്ക്, നമ്മുടെ സഭയുടെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ പോലും എന്താ പറയാ, ഒരു ഡിസ്കൗണ്ടും കിട്ടുന്നില്ല. ഇവര് എന്താ പറയുക, 30,000, 40,000, 50,000, 1 ലക്ഷമൊക്കെ ചോദിക്കുന്നത്. ഇനി പിറന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒന്ന് വളർത്താൻ, ഒരു സ്കൂളിലേക്ക് കയറ്റാൻ ഒക്കെ എന്താ പറയാ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴല്ലേ ഈ ജനത്തിനും ഒരു ഭയം കൂടാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. തീർച്ചയായും. അതായത് സഭ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അടുത്തിടെ കേട്ടു തുടങ്ങിയ ഒരു ടെർമിനോളജിയാണ് സമുദായം. ആ സമുദായം എന്ന് പറയുമ്പോൾ ഈ സമുദായം ആ സമുദായത്തിനെ വളർത്തുക എന്നുള്ളത് എല്ലാം ആ സമുദായത്തിലുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ കുടുംബത്തിൽ 2 മക്കള് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത്രമാത്രം മക്കൾ മതി എന്ന് പറഞ്ഞ് നമ്മളെ അവരെ പഠിപ്പിക്കുകയും, എന്നാൽ 10-18 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ കോൺഗ്രിഗേഷന് ആള് വേണം, അല്ലെങ്കിൽ അച്ഛനാവാൻ ആള് വേണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു 18 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ സമുദായം നിലനിൽക്കണമെങ്കിൽ ഈ പള്ളികളും ഈ കോൺവെന്റുകളും എല്ലാം വേണം. അതിന് മുന്നിട്ട് വേണ്ടി, അതായത് 18 കൊല്ലം മുമ്പ് തൊട്ട് നമ്മൾ ഇതിൽ ഇടപെടണം. ഈ സമുദായം ഏറ്റെടുക്കണം. അതായത് എല്ലാം, 1 കൊച്ചായാലും 2 കൊച്ചായാലും 3 കൊച്ചായാലും അവരെ പ്രോത്സാഹിപ്പിക്കത്തക്ക വിധത്തിൽ, അതായത് എല്ലാ തരത്തിലും നമ്മുടെ സമുദായത്തിന് ഇഷ്ടംപോലെ സ്കൂളുകളുണ്ടല്ലോ, നമ്മുടെ സമുദായത്തിന് ഇഷ്ടംപോലെ ആശുപത്രികളുണ്ടല്ലോ. പക്ഷേ നമ്മുടെ സമുദായമാണ് ഏറ്റവും കൂടുതൽ പ്രസവ ചെലവ് വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഒരു നാച്ചുറൽ ബർത്ത്, ആ സ്ത്രീയാണ് അതിൻ്റെ വേദനകൾ അനുഭവിക്കുന്നത്. ആശുപത്രിക്കാർക്ക് ഒരു വേദനയില്ല. ഒരു കട്ടിലും 2 നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമുണ്ടോ? ആ പ്രസവത്തിന് മൊത്തം വരാവുന്ന ചിലവ് 5,000 രൂപയാണ്. പക്ഷേ ഇന്ന് നമ്മളത് വാങ്ങിക്കുന്നത് 30,000 രൂപയാണ്. ആ 30,000 രൂപ വെച്ച് 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് 3ാമതൊരു കുഞ്ഞിന് വേണ്ടി പരിശ്രമിക്കുകയോ ഇല്ല. ഇങ്ങനെയാണ് നമ്മുടെ സമുദായം നിന്ന് പോകുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുമ്പോൾ അവിടെയും ഭയങ്കര ഭാരിച്ച ചെലവാണ്. അപ്പൊ അവര് ഭയമാണ് ശരിക്കും സത്യത്തിൽ ഇതിനെ ചുരുക്കിക്കൊണ്ട്. അതായത് ഗവൺമെന്റ് തലത്തിലും സഭാ തലത്തിലും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ അവസാനം റഷ്യയുടെ അവസ്ഥ നമുക്ക് വരും. ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു 3ാം ലോകം മഹായുദ്ധത്തിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വന്തം മക്കള് അവിഹിത ബന്ധത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥ വരെ എത്തുമ്പോൾ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പം വിഷയങ്ങൾ മാറുന്നില്ല, നമ്മുടെ സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനുള്ളിലുള്ള പ്രോബ്ലം ആണെങ്കിൽ കൂട്ടായ്മ, മുൻകാല കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി.
ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ കാര്യം നോക്കുമ്പോൾ, എൻ്റെ വീട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി സാധനങ്ങളൊക്കെ നശിച്ചപ്പോ എന്നെ പറഞ്ഞെങ്കിൽ അപ്പുറത്ത് മുസ്ലിംസിന്റെ വീടുണ്ട്, ഇപ്പുറത്ത് ഹിന്ദുസിന്റെ വീടുണ്ട് ഉണ്ടെങ്കിലും അവരുടെ സമുദായത്തിന്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ആളുകൾ വന്ന് അവരുടെ വീടുകൾ ക്ലീൻ ചെയ്യാനും അവരുടെ ആളുകൾ വന്ന് വരികയാണ്. ആ സമയത്ത് ക്രൈസ്തവനായ ഞാൻ, എൻ്റെ ഇടവകയിൽ ഏകദേശം 1000-ഓളം ഇടവകാരുണ്ട്, നല്ല സംഘടന ശക്തിയുണ്ട്. പക്ഷെ ഇടവകയിൽ നിന്ന് ഒരാൾ പോലും വന്ന് സഹായിക്കാൻ വരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് നോക്കി കുത്തിരിക്കുക, അവിടെ വന്ന് അവരുടെ സമുദായക്കാരെ വന്ന് സഹായിക്കുന്നത്. പൊളിറ്റിക്കൽ ടീമുകൾ പറയുന്നുണ്ട്, ഒരു കൂട്ടായ്മ ഇല്ലാത്ത ഒരവസ്ഥയാണ് വരുന്നത്. ഈ ഒരു ദയനീയമായ അവസ്ഥ ഇനി നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ ഈ ഒറ്റപ്പെടലുകൾ ശക്തമായി നേടുന്നത്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനൊരു മറുപടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ കൂട്ടായ്മയുടെ ആ ഒരു ബോണ്ടിങ് കുഞ്ഞുങ്ങൾ കുറയുന്നതിനനുസരിച്ച് കുറയുമെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കും. ധ്യാനങ്ങൾ കൂടി, ബോണ്ടിങ് കൂടില്ല. ബോണ്ടിങ് കൂടണമെങ്കിൽ സഹോദരങ്ങൾ ഉണ്ടാവണം. ഒരു ഉദാഹരണം പറയുന്നത് വെച്ചാൽ, നമുക്ക് സഹോദരങ്ങളും ബോണ്ടിങ്ങും കൂടുതലുള്ള കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കാം. ഒരു 100 കൊല്ലം പിന്നാക്കെടുക്കുക. തെക്കൻ ജില്ലകൾ, അതായത് തിരുവിതാംകൂർ സംസ്ഥാനം, ആ മേഖലയിൽ ഒത്തിരി മക്കൾ ജനിച്ചിരുന്നു. അന്നത്തെ പിതാക്കന്മാര് ദൈവഭയമുള്ളായിരുന്നു. എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. അവർക്ക് ഒത്തിരി മക്കളുണ്ടായി. ആരും കൊല്ലാനോ അബോർഷൻ നടത്താനോ ഒന്നും തീരുമാനം എടുത്തില്ല. പക്ഷെ ആ മനുഷ്യ വിഭവ ശേഷിയെ അവര് ശരിയായ രീതിയിൽ വിനിയോഗിച്ചു. അങ്ങനെയാണ് നമുക്ക് ഈ മലബാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യത്തിന്റെ, സാമ്പത്തിക മേഖലയുടെ വളർച്ചയുടെയും ആരോഗ്യത്തിന്റെ ശിലയായിരുന്നു അത്. അവിടെ നിന്നാണ് നമ്മൾ അപ്പൊ ബോണ്ടിങ് കുറഞ്ഞു കൊടുത്ത് എന്ന് നമുക്ക് ആരംഭിക്കണം. എവിടെയാണ് കുറഞ്ഞത്? അപ്പൊ സാഹോദര്യം വിട്ടു പോകുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ 1 കൊച്ച് 2 കൊച്ചുണ്ടോ ഉള്ളതിനൊക്കെ ബോർഡിങ്ങിലോ അല്ലെങ്കിൽ ആരെടുത്ത് മിണ്ടാനുള്ള സമയമില്ല. അവന്റെ മേലേക്ക് വെച്ചിരിക്കുന്ന, അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുന്ന. കാരണം ഞങ്ങളെ മാതാപിതാക്കൾ പറയുന്നത് എന്താണെന്ന് അറിയോ, ഞങ്ങളെയൊക്കെ നോക്കാനുള്ളതിനാ ഈ ഒരു പയ്യൻ. അവനെ മാക്സിമം ലോഡ് കൊടുത്ത് പഠിപ്പിച്ച് അവനെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AI-യുടെ സിസ്റ്റത്തിലേക്കാണ് കൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് അവൻ കേട്ടോളണം, വേറെ വിട്ടുവീഴ്ച. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. നമ്മുടെ മക്കളെ എന്താ പറയാ AI സിസ്റ്റത്തിലേക്കാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് 100%. അവർ അഥവാ വീട്ടിലേക്ക് വന്നാൽ തന്നെ അവർക്ക് അറിയുമ്പോൾ കാര്യങ്ങൾ ഒരു മൊബൈൽ എടുത്തു കൊടുക്കുക, അവർക്ക് സംസാരിക്കാനോ ഇല്ല. എന്തായാലും നമ്മള് ഇതിനാരും കുറ്റപ്പെടുത്തണമൊന്നുമില്ല. നമ്മുടെയൊക്കെ എല്ലാവരുടെയും പിഴ തന്നെയാണ്. എൻ്റെ പിഴ ഏറ്റവും വലിയ പിഴയാണ്. പക്ഷെ ഈ റഷ്യയുടെ ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതരുത്. ഇത് നാളെ ഈ മഹാ ക്യാൻസർ നമ്മുടെ രാജ്യത്തും നമ്മുടെ ഇടയിലും വ്യാപരിക്കാം. അപ്പൊ അതിനുവേണ്ടി നല്ലൊരു തീരുമാനം നമ്മളിപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ കരയേണ്ടി വരും. നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡ് വേറൊരു സമയം നമുക്ക് കടന്നു വരാം. അമ്മേ.